ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ഈശോ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു സാബത്ത് ദിവസമാണ് ഈശോ അന്ധയാചകനെ സുഖപ്പെടുത്തുന്നത്. അവൻ ആവശ്യപ്പെട്ടത് പ്രകാരമല്ല ഈശോ അവനെ സുഖപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമാണോ എന്ന്. ഈശോ കൊടുക്കുന്ന മറുപടി, അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിച്ചു? ഞാനോ എൻ്റെ പൂർവികരോ ചെയ്ത എന്തെങ്കിലും പാപം നിമിത്തമാണോ ഇങ്ങനെ സംഭവിച്ചത്? എന്നാൽ ഈ ഉപമയിലൂടെ ഈശോ നമ്മോട് പറഞ്ഞു തരുന്നത്, നമ്മുടെ ആരുടെയും പാപമോ മറ്റൊന്നും നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പ്രകടമാകുവാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, ഓരോ രോഗങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് അതിനെ സമർപ്പിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയോ മറ്റോ സമർപ്പിച്ചാൽ അത് വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. സ്നേഹമുള്ളവരെ, അപ്രകാരം നമുക്ക് നമ്മുടെ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും യേശു നമുക്ക് നൽകുന്ന യേശുവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ പ്രകടമാകുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.